ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്ക് ടു സ്കൂൾ സീരീസിന്റെ പാർട്ട് 3 നെയിം സ്ലിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടോക്കണേ. അപ്പോൾ അതിന് നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു A4 ഷീറ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിനെ ഞാനിവിടെ 4 കട്ട് ചെയ്യുന്നുണ്ട്. ഇത് A4 സൈസിലുള്ളതല്ല, A4 ഷീറ്റിന്റെ ഒരു ബാക്കി 4 പീസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 4 നെയിം സ്ലിപ്പും 4 കോർണർ ആയിട്ടാണ് 4 ഡിഫറെൻറ്റ് കോർണേഴ്സ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതേപോലെ കോർണറാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തത് ഞാൻ നമ്മുടെ നോർമൽ നെയിംസ് ലൈക്ക് നോർമൽ പേപ്പറിൻ്റെ ആ ഒരു ഇത്. പിന്നെ മൂന്നാമത്തത് ഇതേപോലെ ജസ്റ്റ് കേർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാലാമത്തത് ജസ്റ്റ് ഇങ്ങനെ സിഗ്സാക്ക് പോലെ വെറുതെ ഇങ്ങനെ ഒരു ഇതിലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ടുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ 4 അതേപോലെ കോർണേഴ്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ക്യൂട്ടായിട്ടുള്ള ആനിമൽസിനെയും ഒക്കെയാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കത് കളർ ചെയ്ത് കൊടുക്കും. ഞാൻ ഫസ്റ്റിൻ്റെ പാൻഡയിലാണ് വരച്ചിട്ടുള്ളത്. പാൻഡ, റാബിറ്റ്, ഡക്ക്, കോല, അത് 4 ഞാൻ വരച്ചിട്ടുള്ളത്. നിങ്ങൾ നമുക്ക് 4 സബ്ജക്റ്റുകളില്ല, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഓരോ ഡിഫറെൻറ്റ് ഇതിലുള്ളത് വരച്ചെടുത്താൽ മതി കേട്ടോ. ഡിഫറെൻറ്റ് ആനിമൽസോ പാറ്റേൺസോ എന്താണെന്ന് വെച്ചാലും. പക്ഷെ ആദ്യം വരച്ചപ്പോൾ എൻ്റെ സ്കെച്ചും തന്നെ ചതിച്ചു. പിന്നെ അതിന് വേറൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യൂട്ട്നെസ്സിന് ഒരു കുറവും വരുത്തരുത്. എല്ലാത്തിനും ഞാൻ ബ്ലഷ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റാബിറ്റും കളർ അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡക്കാണോ കോഴിക്കുഞ്ഞാണോ എനിക്കറിയില്ല. ഡക്കും പിന്നെ ഒരു കോല. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രേ കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെൻസിൽ വെച്ചാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രേ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ ഞാൻ ഇത് ഒരിക്കലും ഇതില്ല, കാരണം നമ്മളിത് റബ്ബർ വെച്ച് മായ്ച്ചാൽ കളർ പോവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മൂക്കിനെ ഇത് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മളിതിനെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു ബോർഡർ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തുള്ള കളേഴ്സ് തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡക്കിന് എന്നുള്ള ബോർഡറല്ലോ, അങ്ങനെ ഇതിന് ബ്രൗണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പാൻറ്റേഡ് നമ്മൾ സാധാ നോർമൽ ബോർഡറാണ്. പക്ഷെ നമ്മളിങ്ങനെ സ്ക്വയർ പോലെയല്ലേ ഇതിനകത്ത് ഞാൻ ആ കോർണറിൽ നിങ്ങൾ കണ്ട ഒരു കുഞ്ഞി സ്ക്വയർ വന്നിട്ടുള്ളത് അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി തോന്നി പാൻറ്റേഡ് ഇത് മാത്രം കേട്ടോ. പിന്നെ ഞാൻ നെയിം, ക്ലാസ്, റോൾ നമ്പർ, സബ്ജക്റ്റ്, സ്കൂള് ഇതെല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്. സ്കെയിൽ വെച്ച് ലൈൻ വരച്ചിട്ട് എഴുതാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതിയും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അങ്ങനെ എഴുതിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ ലൈൻ വരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ മായ്ച്ചെടുക്കാം. നിങ്ങൾ പേരും അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് മായ്ച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ പേര് എഴുതുമ്പോൾ വളഞ്ഞു പോലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലിലേക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.